വാഗമണിൽ സാമൂഹ്യ വിരുദ്ധർ വിധവയായ വയോധികയുടെ വീടും വീട്ടുപകരണങ്ങളും തകർത്തതായി പരാതി. വാഗമൺ കെ ലയ വീട്ടിൽ സുബലക്ഷ്മിയുടെ വീടാണ് കഴിഞ്ഞ രാത്രിയിൽ തകർത്തത്. സംഭവത്തിൽ വാഗമൺ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുള്ള രാത്രി സമയത്താണ് വാഗമൺ സ്വദേശി സുബ്ബലക്ഷ്മി എന്ന വയോധികയുടെ വീട് പൊളിച്ചു നീക്കി വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചത്. വീട്ടിൽ ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് വീട് പൊളിച്ചത്. ഒരു സംഘം ആളുകളുമായി എത്തിയാണ് കൃത്യം നടത്തിയത്. സർക്കാർ തോട്ടഭൂമി കയ്യേറിയ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലാണ് കൃത്യം നടത്തിയതെന്നാണ് പരാതി. കഴിഞ്ഞ 50 വർഷമായി സുബ്ബലക്ഷ്മി ഇവിടെയാണ് താമസിച്ചു വരുന്നത്. 1.5 ഏക്കർ ഭൂമിയും കൈവശമുണ്ട്. 3 പെൺമക്കളിൽ 2 പേർ വിധവകളുമാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിച്ചു വരുന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. എസ്റ്റേറ്റ് ഭൂമിയും വ്യാജരേഖയുണ്ടാക്കി കൈവശപ്പെടുത്തിക്കൊണ്ട് പീരുമേടിലെ ചില വക്കീലന്മാരും ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് ഇവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ഈ ഭൂമി കൈവശപ്പെടുത്തി വരികയാണ്. ഇവരുടെ അടുത്ത് കിടക്കുന്ന ഭൂമിയുടെ ഉടമയായ വാഗമണിലെ താമസക്കാരിയായ സുബ്ബലക്ഷ്മി എന്ന വിധവയായ അമ്മയുടെ സ്ഥലവും കൈവശപ്പെടുത്തുവാൻ വേണ്ടി കഴിഞ്ഞ 25-ാം തീയതി രാത്രി ശക്തമായ മഴയത്തും കാറ്റത്തും വെളിയിൽ നിന്ന് കാറിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് അമ്മയില്ലാത്ത നേരത്ത് ആ വീടടിച്ച് തകർത്തു. വീട്ടിലുണ്ടായിരുന്ന രേഖകൾ കിടത്തുകയും വീട്ടുപകരണങ്ങളും എല്ലാം അടിച്ചു തകർക്കുന്ന സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെതിരെ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ വാഗമൺ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. സർക്കാർ ഭൂമിയും തോട്ടം ഭൂമിയും കയ്യേറി മുറിച്ചു വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇവർക്ക് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പിൻബലവുമുണ്ട്. വാഗമൺ തോട്ടത്തിലെ സ്ഥിരം തൊഴിലാളിയായിരുന്നു സുബ്ബലക്ഷ്മി. മനസാക്ഷി മരവിപ്പിക്കും വിധമാണ് ഭൂമാഫിയ കിടപ്പാടം ഇല്ലാതാക്കിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സുബ്ബലക്ഷ്മിയുടെ വീട് പുനർനിർമ്മിച്ച് വീട്ടുപൂർണ്ണം നൽകുകയും ഈ ഭൂമാഫിയകളെ നിയന്ത്രിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെയും ഈ കുടുംബത്തിന്റെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.